സാധാരണ പണത്തിന്റെ കാര്യമൊക്കെ അന്ത്രയോസ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സന്ദർഭമുണ്ട്. നല്ലൊരു സമ്മാനത്തുകയിൽ എത്തി നിൽക്കുകയായിരുന്നു. എങ്കിലും അതൊരു പ്രശ്നമേ അല്ല, ഞാൻ മുമ്പിലേക്ക് പോവുകയാണ് എന്നൊരു ധാരണയും എന്നൊരു ഓർമ്മയിലുമാണ്. പരിശോധിക്കാം. ഓപ്ഷൻ ഡി, വില്യം കേറി എന്ന ഉത്തരം ശരിയാണോ? നല്ല പ്രോഗ്രാമാണ്. ഇപ്പം നിങ്ങളെ പോലെയുള്ള ആളുകൾ ധൈര്യസമേതം, ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ ധൈര്യമില്ല, അതിനുള്ള ധൈര്യമില്ല മത്സരിക്കാൻ. വിശ്വമാനവികതയെ മനുഷ്യത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ സന്ദേശത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അതുല്യ ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ബാംഗ്ലൂർ അവതരിപ്പിക്കുന്ന ബൈബിൾ ബ്രെയിൻസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് ബാംഗ്ലൂർ, ബൈബിൾ ബ്രെയിൻസ്, പവർഡ് ബൈ ഗുഡ് ന്യൂസ് ലൈഫ്. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Life. കഴിഞ്ഞ ആഴ്ചയിലെ പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരം ഗലാത്യർ. ആദ്യം ഉത്തരമയച്ചത് വത്സമ്മ ഏലിയാസ്, ദുബായ്. Bethel Medical Mission Hospital and Educational Group Bangalore, Bible Brains, powered by Good News Life. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ബൈബിളിൻ്റെ ഉത്തരങ്ങളിലേക്കും ബൈബിളിൻ്റെ ചോദ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന ഈ മനോഹരമായ പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുകയാണ്. നിരവധി ആളുകളിലേക്ക് തിരുവെഴുത്തിൻ്റെ സത്യങ്ങളെ എത്തിക്കാനും ബൈബിൾ പഠിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാനും ഇതൊരു കാരണമാകുന്നതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇന്നത്തെ മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. ബൈബിൾ ബ്രെയിൻസിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് പേര്? എൻ്റെ പേര് റോബിൻ. റോബിൻ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ബാംഗ്ലൂരിൽ തന്നെയാണ്. ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ്. എത്ര നാളായി ബാംഗ്ലൂരിൽ? 9 വർഷമായി. 9 വർഷമായിട്ട് ബാംഗ്ലൂരിലാണ്. സ്വന്തം ദേശം? എൻ്റെ ദേശം കുമ്പനാട്, പത്തനംതിട്ട കുമ്പനാടാണ്. ഓക്കെ. അപ്പം ബൈബിൾ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് പരിചയമുള്ള ആളായിരിക്കും. കൊച്ചിലൊക്കെ ഒത്തിരി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെറുപ്പമാണല്ലോ, അപ്പൊ കൊച്ചിലെന്ന് പറയുമ്പോൾ സ്കൂളിലൊക്കെ ആയിരുന്ന സമയത്ത് പ്രത്യേകിച്ച് പത്തനംതിട്ടക്കാരോട് അല്പം കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അവർ കുറച്ചുകൂടെ മികച്ച കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ്. നമുക്ക് അങ്ങനെ ചോദിക്കേണ്ടി വരുമല്ലേ? ഇവിടെ ബാംഗ്ലൂര് വന്നിട്ട് എങ്ങനെയുണ്ട്? ബാംഗ്ലൂരും നമ്മുടെ നാടും ഒക്കെ ആയിട്ട് നല്ലതാണ്. കരിയർ പരമായിട്ടൊക്കെ നല്ല ഗ്രോത്ത് ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മത്സരത്തിലേക്ക് പോകാം. യെസ്.
മത്സരത്തെക്കുറിച്ച് ഞാനൊന്ന് വിശദീകരിക്കാം. 12 ചോദ്യമാണ് നമുക്കുള്ളത്. 500 രൂപയിൽ തുടങ്ങി 10,000 രൂപയിൽ അവസാനിക്കുന്ന 12 ചോദ്യങ്ങൾ. ആദ്യത്തെ 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 1000 രൂപയുടെ സേഫ് സോണിൽ, രണ്ടാമത്തെ 4 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 3000 രൂപയുടെ സേഫ് സോണിൽ, അടുത്ത 3 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 6000 രൂപയുടെ സേഫ് സോൺ, ഒടുവിൽ ബമ്പർ ചോദ്യം, 12ാമത്തെ ബമ്പർ ചോദ്യം. ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഘടന. അപ്പൊ നമുക്ക് മത്സരം സ്റ്റാർട്ട് ചെയ്യാം. പോകാം. 1ാമത്തെ ചോദ്യം. ആദം മുതൽ 7ാമനെന്ന് യൂത പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഓപ്ഷൻ എ ഹാനോക്ക്, ഓപ്ഷൻ ബി നോഹ, ഓപ്ഷൻ സി യാരദ്, ഓപ്ഷൻ ഡി മെതുശലേഹ്. ആദാം മുതൽ 7ാമൻ. ഓപ്ഷൻ എ ഹാനോക്ക്. ഓപ്ഷൻ എ ഹാനോക്ക്. ഉത്തരം ഉറപ്പിക്കുകയാണ്, സംശയമൊന്നുമില്ല. ഓപ്ഷൻ എ ഹാനോക്ക് എന്ന ഉത്തരം പരിശോധിക്കുന്നു. ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരം ശരിയാണ്. ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റിലീഫായി. ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ മുന്നോട്ട് പോകാനുള്ള ശുഭ സൂചനയാണ്. മുമ്പിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. സിപ്പോറയുടെ അമ്മാവിയപ്പൻ ആരാണ്? ഓപ്ഷൻ എ ഇത്രോ, ഓപ്ഷൻ ബി അമ്രാം, ഓപ്ഷൻ സി ലാബാൻ, ഓപ്ഷൻ ഡി മോശ. ഓപ്ഷൻ ശ്രദ്ധിക്കാം. സിപ്പോറയുടെ അമ്മാവിയപ്പൻ ആരാണ്? ഓപ്ഷൻ ബി അമ്രാം. ഉറപ്പിക്കാം. സിപ്പോറയുടെ അമ്മായിപ്പൻ എന്ന് പറയുമ്പോൾ നോഹയുടെ മോശയുടെ ചെറിയ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഓപ്ഷൻ ബി അമ്രാം എന്ന ഉത്തരം നമുക്ക് ഉറപ്പിക്കാം. ശരിയായിരിക്കും അല്ലേ? ഓക്കെ, അമ്രാം എന്ന ഉത്തരവും ശരിയാണ്. 2 ചോദ്യങ്ങളുടെ ഉത്തരം ക്ലിയർ ആയിട്ടുണ്ട്. 3ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം ഇതാണ്. പത്രോസ് ഉയർപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ രോധ, ഓപ്ഷൻ ബി തബീഥ, ഓപ്ഷൻ സി ബെർണിക്ക, ഓപ്ഷൻ ഡി ദ്രുസില്ല. ഇതിലാരെയാണ് പത്രോസ് ഉയർപ്പിച്ചത്? വേടമാൻ എന്ന പേര് വരുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലുള്ള ഒരു രംഗമാണ്. ഓപ്ഷൻ ബി തബീഥ. ഓപ്ഷൻ ബി തബീഥ. ഉറപ്പിക്കാം. ഓപ്ഷൻ ബി തബീഥ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം തബീഥ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അടുത്ത ചോദ്യം ആദ്യത്തെ റൗണ്ടിലെ ഫൈനൽ ചോദ്യമാണ്. സേഫ് സോണിൽ കടക്കുന്ന ചോദ്യമാണ്. അപ്പം മുമ്പിലേക്ക് പോകുന്നതിന് മുൻപ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കുള്ള ചോദ്യത്തിൻ്റെ സൂചന ഇതാണ്. സൂചന ശ്രദ്ധിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഉത്തരങ്ങൾ സമർപ്പിക്കുക. വേഗത്തിൽ ഉത്തരങ്ങൾ അറിയിക്കുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 1ാം സൂചന. ചില പഴയ നിയമ അർപ്പണങ്ങളിൽ സ്ഥിരബന്ധത്തിന്റെ അടയാളമായി ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് ഞാൻ. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ റൗണ്ട് കടന്നു പോകും. സിമ്പിളായിട്ട് പോകും. കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ടല്ലോ. പോകാം. ആദ്യത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. മറിച്ചിടാത്ത ദോശ എന്ന് ഹോശയ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ മനശ്ശെ, ഓപ്ഷൻ ബി ഇസ്രായേൽ, ഓപ്ഷൻ സി എഫ്രൈം, ഓപ്ഷൻ ഡി ശമരിയ. മറിച്ചിടാത്ത ദോശ എന്ന് വിശേഷിപ്പിച്ച ഗോത്രം. ഓപ്ഷൻ സി എഫ്രൈം. ഓപ്ഷൻ സി എഫ്രൈം എന്ന ഉത്തരം ഉറപ്പിക്കാം. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് വേഗത്തിൽ കണ്ടുപിടിച്ചു? ഹോശയ പ്രവചനമൊക്കെ വായിക്കാറുണ്ടോ? കൂടുതലും പ്രസംഗത്തിൽ കൂടെ കേട്ടിട്ടുണ്ട്. കാരണം ഇത് ഇച്ചിരി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ളൊരു ഉത്തരമാണ്. എഫ്രൈം മറിച്ചിടാത്ത ദോശ, പൊട്ടപ്രാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ സി എഫ്രൈം എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവ് ശരിയാണ്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിൽ പുറത്തു പോയതിന് സങ്കടപ്പെടണ്ട. ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യാമല്ലോ. ഞങ്ങളോട് പറഞ്ഞു ഈ ആദ്യത്തെ റൗണ്ടിൽ പുറത്തു പോയ എപ്പിസോഡ് ഇടരുതെന്ന് പറഞ്ഞു. ഇനി എപ്പിസോഡ് ഇടാം. ഉറപ്പല്ലേ? ഓക്കെ, 2 ഓപ്ഷനാണ് നമ്മുടെ മുൻപിലുള്ളത്. പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും. ഏതിൽ നിന്നാണ് ചോദ്യങ്ങൾ വേണ്ടത്? പുതിയ നിയമത്തിൽ നിന്ന്. പുതിയ നിയമമാണ് കുറച്ചുകൂടെ വായിക്കുകയും പഠിക്കുകയും പ്രസംഗം കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ,
പുതിയ നിയമത്തിലേക്ക് പോവാം. ഓക്കെ, പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം, ദിദ്രഹ്മ പണം വാങ്ങുന്നവർ ഏത് ശിഷ്യന്റെ അടുക്കൽ വന്നതായാണ് സുവിശേഷത്തിൽ പറയുന്നത്? ഓപ്ഷൻ എ യോഹന്നാൻ, ഓപ്ഷൻ ബി അന്ത്രയോസ്, ഓപ്ഷൻ സി പത്രോസ്, ഓപ്ഷൻ ഡി മത്തായി. ആരുടെ അടുക്കലാണ് ദിദ്രഹ്മ പണം വാങ്ങുന്നവർ വന്നത്? ഈ ദ്രഹ്മപ്പണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശിഷ്യൻ ആരാണെന്ന് ആലോചിക്കുക. സമയമെടുക്കാം, ടൈമർ മുൻപോട്ട് പോയാലും സമയമെടുക്കാം. ദ്രഹ്മപ്പണവുമായിട്ട് ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ നടന്ന ശിഷ്യനൊക്കെ ഉണ്ട്. ആലോചിക്കാം. ഓപ്ഷൻ ബി. ദ്രഹ്മപ്പണവുമായിട്ട് ബന്ധപ്പെട്ട അതാണ് മുന്നോട്ട് പോകുന്നേ. മാറ്റാൻ പറ്റുമോ? ഓപ്ഷൻ മാറ്റിക്കോ, ഒറ്റ അവസരം. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ സി പത്രോസ്. പത്രോസിന് എന്താണ് ദ്രഹ്മപ്പണവുമായിട്ട് ബന്ധം എന്ന് ചോദിച്ചാൽ, അല്ല അന്ത്രയോസിന് എന്താ ബന്ധം? അങ്ങനെയൊന്നും ചോദിക്കരുന്നല്ലേ, ഇത് കറക്കി കുത്തിയതാണോ? രണ്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, സിയോ ബിയോ. ഓപ്ഷൻ സി എടുക്കാന്ന് വെച്ചു. ഓപ്ഷൻ സി, സിയോ ബിയോ, സി എടുക്കാന്ന് വിചാരിക്കുകയാണ്. ഇവർക്കൊരു ബന്ധവും ഇല്ലെന്നാണ്. ആർക്ക്? പത്രോസിന് എന്തായിരിക്കും ഈ ദിദ്രഹ്മപ്പണവുമായിട്ടുള്ള ഒരു ബന്ധം? മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പണം കിട്ടിയിട്ടുണ്ട്, പത്രോസിന്റെ അടുക്കലായിരിക്കാം ചോദിച്ചത്. അതാണ് ഗസ്. ഇത് ആദ്യമേ അത് ഉറപ്പിക്കാമായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് അന്ത്രയോസിലേക്ക് പോയി? സാധാരണ പണത്തിന്റെ കാര്യമൊക്കെ അന്ത്രയോസ് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സന്ദർഭമുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. ഓപ്ഷൻ സി പത്രോസ് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ഇനി മുമ്പിലേക്ക് പോകുമ്പോൾ അടുത്ത ഇപ്പോൾ 1500 രൂപയുടെ സമ്മാനത്തുകയിലാണ് നിൽക്കുന്നത്. അടുത്ത ചോദ്യത്തിന് ഉത്തരം തെറ്റിപ്പോയാൽ ആദ്യത്തെ സേഫ് സോണിലെ തുകയായിട്ടാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്. പക്ഷേ ആ ഉത്തരം അറിയില്ല, നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏത് സമ്മാനത്തുകയിൽ നിൽക്കുന്നു ആ സമ്മാനത്തുകയായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. പറഞ്ഞു മനസ്സിലായല്ലോ? ഉത്തരം അറിയില്ലെങ്കിൽ ചോദ്യം കണ്ടതിന് ശേഷം മത്സരം അവസാനിപ്പിക്കാം. ഓക്കെ, പ്രേക്ഷകർക്കായിട്ടുള്ള ഉത്തരത്തിലേക്ക് നയിക്കുന്ന രണ്ടാമത്തെ സൂചന കൂടെ നൽകുകയാണ്. സൂചനയോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ രേഖപ്പെടുത്തുക. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ രണ്ടാം സൂചന, മനുഷ്യരിൽ സമാധാനം നിലനിർത്താനുള്ള ഒരു ഉപമയായി യേശു എന്നെ ഉപയോഗിച്ചു. Bethel Medical Mission Hospital and Educational Group, Bangalore, Bible Brains, powered by Good News Live. നമുക്ക് പോകാം അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക്. ഓക്കെ, പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കൊടുത്തതായി പറയപ്പെടുന്നത് ഇവയിൽ ഏത് സഭയാണ്? ഓപ്ഷൻ എ എഫെസോസിലെ സഭ, ഓപ്ഷൻ ബി മക്കദോന്യ സഭ, ഓപ്ഷൻ സി ലവോദിക്ക സഭ, ഓപ്ഷൻ ഡി തുയഥൈര സഭ. ഏത് സഭയാണ് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കൊടുത്തത്? ആലോചിക്കാം. അറിയില്ലെങ്കിൽ വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഉത്തരം പറയാം. ഓപ്ഷൻ ബി മക്കദോന്യ സഭ. ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി മക്കദോന്യ സഭ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും മക്കദോന്യ സഭ ഏത് സാഹചര്യത്തിലാണ് കൊടുത്തതെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ആ ചരിത്ര ഭാഗം. പിന്നെ മക്കദോന്യ സഭയിലേക്ക് വന്നതിന്റെ ഒരു കാരണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് മക്കദോന്യ സഭയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊരു ചിന്തയാണ്. ഓക്കെ, ഓപ്ഷൻ ബി മക്കദോന്യ സഭ. ആ ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. ഇങ്ങനെ 6 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. ഏഴാമത്തെ ചോദ്യം, ഈ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം. ശരീര അവയവങ്ങളെ സംബന്ധിച്ച് താഴെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിൽ ഒന്ന് സുവിശേഷത്തിൽ നിന്നല്ല. അതേത്? ഓപ്ഷൻ എ ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു,
ഓപ്ഷൻ ബി കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓപ്ഷൻ സി അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. ഓപ്ഷൻ ഡി ഹൃദയം നിറഞ്ഞ കവിയിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത്. ഇതിലൊന്നും സുവിശേഷങ്ങളിൽ നിന്നല്ല. അതേതാണ്? അറിയില്ലെങ്കിൽ അവസാനിപ്പിക്കണേ. നല്ലൊരു സമ്മാനത്തുകയിലുണ്ട്. അറിയാമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാം. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ഉറപ്പിക്കുന്നു. ഓപ്ഷൻ സി സുവിശേഷങ്ങളിൽ നിന്നല്ല എന്നാണോ? ബാക്കി എല്ലാ സുവിശേഷത്തിൽ തന്നെ ഉള്ളതാണോ? ഓൾമോസ്റ്റ്. അപ്പൊ ഇതായിരിക്കാം, ഒരു ഗസ്സാണ്. ഓക്കെ, 7ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി. ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അപ്പോൾ അടുത്ത അവസാനത്തെ ഈ റൗണ്ടിലെ സേഫ് സോണിലേക്കാണ് പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് ഉത്തരം പറയാം. അറിയില്ലെങ്കിൽ ക്വിറ്റ് ചെയ്യാം. മുമ്പിലേക്ക് പോകാം. 2ാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. സർവായുധ വർഗം ധരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരി ഏതാണ്? ഓപ്ഷൻ എ അരയ്ക്ക് നീതി കെട്ടുക. ഓപ്ഷൻ ബി സത്യം എന്ന കവചം ധരിക്കുക. ഓപ്ഷൻ സി രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കുക. ഓപ്ഷൻ ഡി വിശ്വാസം എന്ന ആത്മാവിന്റെ വാൾ എടുക്കുക. ഇതിൽ ശരി ഏതാണ്? ഓപ്ഷൻ സി രക്ഷ എന്ന ശിരസ്ത്രം. ഓപ്ഷൻ സി രക്ഷ എന്ന ശിരസ്ത്രം. ഉത്തരം ഉറപ്പിക്കുകയാണ്. 2ാമത്തെ റൗണ്ട് കടക്കും. ഉറപ്പാന്ന്? ഓക്കെ, ഓപ്ഷൻ സി രക്ഷ എന്ന ശിരസ്ത്രം ധരിക്കുക. അതാണോ ശരിയായിട്ടുള്ളത്? അതാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ വിജയകരമായി 2 റൗണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്പം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്കൊന്ന് പോയേനെ, പക്ഷെ തിരിച്ചു കയറി വന്നു. 2 റൗണ്ട് പൂർത്തീകരിച്ചു. ഇനി നമ്മൾ 3ാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ്. 3ാമത്തെ റൗണ്ടിൽ ഇതാ 3 ഓപ്ഷനാണ് സ്ക്രീനിൽ കാണുന്നത്. 1 ലോക മതങ്ങളിൽ നിന്ന്, 2 മിഷണറി ചരിത്രത്തിൽ നിന്ന്, 3 ക്രൈസ്തവ ഗാനങ്ങളിൽ നിന്ന്. 3 മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ്. ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? മിഷണറീസ് ആണ് തിരഞ്ഞെടുക്കുന്നത്. കുറച്ചുകൂടി എളുപ്പമുള്ളത് അല്ലേ? കൂടുതൽ കേട്ടിട്ടുള്ളത് മിഷണറി അനുഭവങ്ങളിൽ നിന്നാണ്. നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, മിഷണറി അനുഭവങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം. ഇവരിൽ ഏത് മിഷണറിയുടെ ഭൗതിക അവശിഷ്ടമാണ് കടലിൽ സംസ്കരിച്ചത്? ഓപ്ഷൻ എ വില്യം കേറി. ഓപ്ഷൻ ബി ഹഡ്സൺ ടൈലർ. ഓപ്ഷൻ സി അഡോണിറാം ജഡ്സൺ. ഓപ്ഷൻ ഡി ബർത്തലോമിയോ സീഗൻബാഗ്. ഏത് മിഷണറിയുടെ അവശിഷ്ടമാണ് കടലിൽ സംസ്കരിച്ചത്? സേഫ് സോണിലാണ് നിൽക്കുന്നത്. ഉത്തരം പറയാം. ഓപ്ഷൻ സി അഡോണിറാം ജഡ്സൺ. ഓപ്ഷൻ സി അഡോണിറാം ജഡ്സൺ. ഉറപ്പിക്കുന്നു? ഓക്കെ, ഓപ്ഷൻ സി അഡോണിറാം ജഡ്സൺ എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. മിഷണറിയുടെ ശരീരം കടലിൽ സംസ്കരിച്ചു. അത് ഏത് പശ്ചാത്തലമാണെന്നുള്ളത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എങ്കിലും കൃത്യമായ പ്രതികൂലത്തിന്റെ നടുവിലോ അല്ലെങ്കിൽ തിരിച്ചുള്ള കപ്പൽ യാത്രയിലോ വല്ലോ മരണമടഞ്ഞപ്പോൾ കടലിൽ സംസ്കരിക്കേണ്ടി വന്നൊരു സാഹചര്യമായിരിക്കാം ഇത്. ഏതായാലും ഇപ്പോൾ ഒരു സേഫ് സോണിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഉത്തരം തെറ്റിയാലും കുഴപ്പമില്ല. നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ സി അഡോണിറാം ജഡ്സൺ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അഡോണിറാം ജഡ്സന്റെ മൃതശരീരമാണ് കടലിൽ സംസ്കരിച്ചിരിക്കുന്നത്. അപ്പം നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്. ഇത് മിഷണറി വായിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക്. 4000 രൂപയുടെ സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. ഇനി മുൻപിൽ അറിയില്ലെങ്കിലും ഞാൻ പറഞ്ഞ ഓപ്ഷൻ ഓർക്കണം, അവസാനിപ്പിക്കണം. സമ്മാനത്തുക നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, മിഷണറി റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. 1898 മാർച്ച് 10 മരണമടഞ്ഞ മിഷണറി ആരാണ്? ഓപ്ഷൻ എ ഡേവിഡ് ലിവിങ്സ്റ്റൺ. ബി ഹഡ്സൺ ടൈലർ. ഓപ്ഷൻ സി ജോർജ് മുള്ളർ. ഓപ്ഷൻ ഡി വില്യം കേറി. 1898 മാർച്ച് 10 മരണമടഞ്ഞത്. ഒരുപക്ഷെ മരണമടഞ്ഞ ഡേറ്റ് നിങ്ങളോട് ചോദിച്ചാൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഡേറ്റ് മരണമടഞ്ഞ ആരാന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ ലളിതമാകുമല്ലോ.
അതുകൊണ്ട് ഡേറ്റ് തന്നിട്ട് ആരാന്ന് ചോദിച്ചു. ആളെ പറഞ്ഞിട്ട് ഡേറ്റ് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ഗസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ക്വിറ്റ് ചെയ്യണം. ക്വിറ്റ് ചെയ്തിട്ട് വേണം ഗസ് ചെയ്യാം. അപ്പം സമ്മാനത്തുക പോകില്ല. ഡി വില്യം കേറി. ഓപ്ഷൻ ഡി വില്യം കേറി. അവസാനിപ്പിക്കുന്നില്ല, മുന്നോട്ട് പോവാണ്. ഓക്കെ, ഓപ്ഷൻ ഡി വില്യം കേറി എന്ന ഉത്തരം ഉറപ്പിക്കാം. മാർച്ച് 10 വില്യം കേറി മരണമടഞ്ഞത് എന്നൊരു ഗസ്സാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു സമ്മാനത്തുകയിൽ എത്തി നിൽക്കുകയായിരുന്നു. എങ്കിലും അതൊരു പ്രശ്നമേ അല്ല, ഞാൻ മുമ്പിലേക്ക് പോവുകയാണ് എന്നൊരു ധാരണയും എന്നൊരു ഓർമ്മയിലുമാണ്. പരിശോധിക്കാം, ഓപ്ഷൻ ഡി വില്യം കേറി എന്ന ഉത്തരം ശരിയാണോ? ആ ഗസ് മാത്രം തെറ്റിപ്പോയിരിക്കുന്നു. ജോർജ് മുള്ളറാണ് 1898 മാർച്ച് 10 മരണമടഞ്ഞ മിഷണറിമാരിൽ ഒരാൾ. പക്ഷേ വളരെ ഗംഭീരമായിട്ട് മത്സരിച്ചു, കൃത്യമായിട്ട് വന്നു. ആ ധൈര്യമാണ്. അപ്പൊ എനിക്ക് സമ്മാനത്തുകയേക്കാൾ വലുത് മുമ്പിലേക്ക് പോകാം എന്നൊരു പ്രതീക്ഷയാണ്. എന്ത് തോന്നുന്നു ആ സീറ്റിൽ ഇരുന്ന് മത്സരിച്ചിട്ട്? ഡൗട്ട് ഉണ്ടായിരുന്നു. പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? നല്ല പ്രോഗ്രാമാണ്. ഇപ്പം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ധൈര്യസമേതം, ഒരുപാട് ആളുകൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ ധൈര്യമില്ല, അതിനുള്ള ധൈര്യമില്ല മത്സരിക്കാൻ. തെറ്റിപ്പോയാൽ ഒരുപക്ഷെ ആദ്യം പറഞ്ഞതുപോലെ ആ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യാതിരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഇത് നല്ലപോലെ മത്സരിച്ചു. ബൈബിൾ റൗണ്ടുകൾ കൃത്യമായി പൂർത്തീകരിച്ചു. മിഷണറി റൗണ്ട് സ്വാഭാവികമായും കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് അത്രത്തോളം വായിക്കുകയും അത്രത്തോളം മെമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന ഒരു റൗണ്ടാണ്. പിന്നെ നമ്മളത് റൗണ്ട് ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച്, വന്ന വഴികളെക്കുറിച്ചൊരു ബോധ്യം എല്ലാവരിലേക്കും വളർത്തേണ്ടതിന് വേണ്ടി കൂടിയാണ്. ഏതായാലും ജോലി തിരക്കുകൾക്കിടയിൽ കടന്നു വന്ന് മത്സരിക്കുകയും ഇത്രയും സമ്മാനത്തുക കരസ്ഥമാക്കുകയും ചെയ്തതിൽ ബൈബിൾ ബ്രെയിൻസിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഞങ്ങൾ അറിയിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്കുള്ള ചോദ്യത്തിൻ്റെ അവസാന സൂചന കൂടെ ഇതിലൂടെ നൽകുകയാണ്. പ്രേക്ഷകർക്കായുള്ള ചോദ്യത്തിന്റെ 3-ാം സൂചന. ദൈവമക്കളുടെ വാക്കുകൾ ഇതുപോലെ രുചികരമായിരിക്കണം എന്ന് അപ്പോസ്തലൻ പഠിപ്പിച്ചു. റോബിൻ ബ്രദറിന് ബൈബിൾ ബ്രെയിൻസിന്റെ എല്ലാ ഭാവുകങ്ങളും അറിയിക്കുന്നു, എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മന്റ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.